മഴക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ആഹാരങ്ങളുടെ പേര് ഞാൻ പറയാം. നമ്പർ 1, സൂപ്പ്. സൂപ്പ് നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. അത് നമ്മുടെ ബോഡീനെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും. നമ്പർ 2, ഈ ഫ്രൈഡ് റൈസ് പോലത്തെ ഭക്ഷണങ്ങൾ, അതായത് ഇപ്പോൾ ചോറുണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഉപ്പും കുറച്ചും ഗരം മസാല ഒക്കെ ഇട്ടാൽ മതി. ഒരു ഫ്രൈഡ് റൈസ് മാതിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ബോയിൽഡ് വെജിറ്റബിൾസ് ഉണ്ടാവും. ചില കുട്ടികൾക്കൊന്നും നമ്മൾ വെജിറ്റബിൾസ് കൊടുത്താൽ കഴിക്കില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പകരം നമ്മൾ ഇങ്ങനെ ഫ്രൈഡ് റൈസ് മാതിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരായാലും കഴിക്കും. ഇത് ഈ പറഞ്ഞ മാതിരി ബോയിൽഡ് വെജിറ്റബിൾസ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ആവശ്യത്തിനുള്ള വൈറ്റമിൻസും ന്യൂട്രീഷനും ഒക്കെ നമുക്ക് കിട്ടും. അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റീംഡ് ഫുഡ്, ഇഡ്ഡലി, അപ്പം, ഇങ്ങനെയുള്ള ആഹാരങ്ങൾ ഈസി ഡൈജഷന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. കാരണം മഴക്കാലത്ത് നമ്മുടെ ബോഡി കുറച്ചും കൂടി വീക്ക് ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആണ് ഈ സമയത്ത് ഒരുപാട് പേര് ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നതും, അല്ലെങ്കിൽ അവർക്ക് ഈ ടൈമിൽ കർക്കിടക ചികിത്സ എന്നൊക്കെ പറയും. ബേസിക്കലി അത് ഇതാണ്, നമ്മുടെ ബോഡി റെഡി ടു ആക്സെപ്റ്റ് എന്നുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ബോഡി വീക്കാവുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ബോഡിക്ക് ഹെൽപ്ഫുൾ ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഒരുപാട് വെള്ളം കുടിക്കണം. ഓബ്വിയസ്ലി വാം വാട്ടർ ആണ് നല്ലത്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും മഴക്കാലം ആയതുകൊണ്ട് മേ ബി ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാം, ലൈക്ക് ചിലപ്പോൾ ബോഡിക്ക് അത്ര വെള്ളമൊന്നും ആവശ്യമില്ല, ബോഡി ഓൾറെഡി ഹൈഡ്രേറ്റഡ് ആണോ. ഒരിക്കലും അല്ല. ഈ സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുടിക്കണം. പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ഹെർബൽ ടീ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ അതിനെക്കുറിച്ചിട്ട് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പലതരത്തിലുള്ള ചായനൊക്കെ കുറിച്ചിട്ട്. ജിഞ്ചർ ടീ, ടെർമറിക് ടീ, പിന്നെ ക്യാമമൈൽ ടീ, ഇങ്ങനെ പല തരത്തിലുള്ളത്. ഐ വുഡ് പ്രിഫർ പേഴ്സണലി ജിഞ്ചർ ടീ. കാരണം ജിഞ്ചർ ടീ നല്ലതാണെന്ന് മാത്രമല്ല ഡൈജഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനെയുള്ള കുറച്ച് ഭക്ഷണങ്ങൾ, അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ്, ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സ്. ബനാന വളരെ നല്ലതാണ്. ലൈക്ക് ബോയിൽഡ് നേന്ത്രപ്പഴം ബോയിൽ ചെയ്തിട്ട് കഴിക്കുക, ഒക്കെ നല്ല നല്ല ഭക്ഷണങ്ങളാണ്. നല്ല ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും. അപ്പം നമുക്ക് അസുഖങ്ങൾ ഒഴിവാക്കാം.